സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ. നാളെ എക്സാമിനേഷൻ ആണല്ലോ. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാൻ രണ്ട് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ, ഇതേ ടൈപ്പ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, പിന്നെ അടുത്ത് ചെയ്യാം കേട്ടോ. സോ ആദ്യ ചോദ്യം ഇതാണ്: എ ജീപ്പ് increases its speed from 14 meter per second to 26 meter per second in 4 seconds. അതായത് ഒരു ജീപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവായിരുന്നു. അപ്പോ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി മാറിയിട്ടുണ്ട്. എത്രയിലേക്ക് മാറിയത്? 14 നിന്നും എത്രയിലേക്ക് മാറിയിട്ടുണ്ട്? 26 മാറിയിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ത്വരണം കണ്ടുപിടിക്കണം, ആക്സലറേഷൻ. ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. എല്ലാവർക്കും അറിയാലോ. നോക്കൂ, ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, അന്ത്യപ്രവേഗം. ഇപ്പൊ കാറ് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ ഉള്ളതാണ് എന്ത്? ഫൈനൽ വെലോസിറ്റി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, വി എത്രയാണ്? വി എന്ന് പറഞ്ഞാൽ 26 ആണ്. 26 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? ഇപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി. കാർ എത്ര തുടങ്ങിയത്? 14 തുടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പോ 14 എന്ത്? നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി. ഇനി ടൈം ഉണ്ട്, ടൈം കണ്ടെത്തേണ്ടതുണ്ട്. എത്ര ടൈം? 4 സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പോ അത് നമുക്ക് കിട്ടി. സോ വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷനിൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. എങ്ങനെ കൊടുക്കാം? വിന്റെ സ്ഥാനത്ത് വിന്റെ വില കൊടുക്കാം, യുവിന്റെ സ്ഥാനത്ത് യുവിന്റെ വില കൊടുക്കാം, ടൈമിന് പകരം 4 കൊടുത്താൽ മതി. സോ വാല്യൂ കൊടുത്താല് വി എത്രയാണ്? 26. യു എത്രയാണ്? 14 ബൈ ടൈം എത്രയാണ്? 4 സെക്കൻഡ്. ശരിയല്ലേ? സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. 26 മൈനസ് 14 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 14ഉം 6ഉം എത്രയാണ്? 20 ആണ് അല്ലെ? 20നോട് വീണ്ടും 6 കൂടി എത്രയായിട്ട് മാറും? 26 മാറും. സോ 12 ആണ് കിട്ടുക. സോ 12 ബൈ 4 വരും അല്ലെ? 12 ബൈ 4 എത്രയാണ്? 3 അല്ലെ? 4 3 12. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടുക? ത്വരണം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആദ്യ ചോദ്യം വളരെ ഈസി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ഡ്യൂറിംഗ് ദിസ് ടൈം. അതായത് ഈ സമയത്ത് ജീപ്പിന്റെ സ്ഥാനാന്തരം എത്ര ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്ഥാനാന്തരം കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാണാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു അല്ലെ? 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുത്താൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? നമുക്ക് ഈ വില കിട്ടും, എസിന്റെ വില കിട്ടും. അപ്പോ യു എത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. യു എന്ന് പറഞ്ഞാൽ 14 ആണ്. ടൈം എത്രയാണ്? നമുക്ക് 4 ആണ് അല്ലെ? ചെയ്ത് നോക്കിയാലോ. സോ നമുക്ക് കിട്ടും 14 ഇൻറ്റു ടൈം 4 അല്ലെ? ബാക്കി എന്തൊക്കെയുണ്ട്? പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ്? എന്റെ വില ഇപ്പൊ നമ്മൾ കണ്ടെത്തി 3 ഇൻറ്റു എത്ര കിട്ടി? 4 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടും 14 ഇൻറ്റു 4. 4 4 16. ശിഷ്ടം 1. ഒരു 4 4 1 5. 56 പ്ലസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 സ്ക്വയർ. 16 അല്ലേ 4 സ്ക്വയർ എന്ന് പറഞ്ഞാലേ? അപ്പൊ നമുക്ക് കിട്ടും 56 പ്ലസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 16 വരാം. 6 3 18. ശിഷ്ടം 1. ഒരു 3 3 1 4 48. ഇനി എന്താ ചെയ്യാ? ഈ രണ്ടും 48. 48 ഹാഫ് അല്ലേ ഇവിടെ വരുന്നുള്ളൂ. 24 അല്ലേ ഹാഫ്? 48ന്റെ പകുതി അല്ലേ? അപ്പൊ 56 പ്ലസ് 24. 6 4 10. ശിഷ്ടം 1. 5 2 7 അല്ലെ? 1 8. 80 മീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. ഭയങ്കര സിമ്പിൾ അല്ലേ? റെഡി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം അല്ലെ? രണ്ടാമത്തെ ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? ഒരു കല്ല് ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ്, വിശ്രമാവസ്ഥയിലാണ്. വായിച്ചു നോക്കട്ടെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് താഴേക്ക് വീഴുകയാണ്. താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് താഴെ എത്തുമ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് താഴെ വന്നിട്ടുള്ളത്. നമ്മുടെ ഭൂഗുരുത്വ ത്വരണം, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ കല്ല് എത്ര ഉയരം നിന്നാ വന്നെന്ന ചോദ്യം. അതായത് ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഈ കല്ലുള്ളത്. താഴോട്ട് ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അങ്ങനെ വീഴുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എത്ര ദൂരം കവർ ചെയ്തു എന്നാ ചോദ്യം. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് സ്ഥാനാന്തരമാണല്ലോ. എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്.
ഇത് ഓക്കെ അല്ലേ? ഇനി കല്ല് മുകളിലുള്ള ഈ അവസ്ഥയില് കല്ലിന്റെ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യം എന്തായിരുന്നു, എത്രയായിരുന്നു, അതെത്രയാണ്? ഉറപ്പായിട്ടും യു എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി എന്താ നമുക്ക് അറിയാവുന്നത്? താഴെ വീണപ്പോൾ എത്രയാണ്? അതാണ് ഫൈനൽ വെലോസിറ്റി. അത് 40 മീറ്റർ പെർ സെക്കൻഡാ. താഴെ എത്തിയപ്പം ഇപ്പൊ വിയും നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് എന്തറിയാം? ത്വരണം, ഗ്രാവിറ്റി നമുക്ക് എത്ര എടുക്കാം? 10 മീറ്റർ. അപ്പൊ ജി നമുക്കറിയാം. ജി തന്നെയാണ് മക്കളെ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും നമ്മൾ തന്നിരിക്കുന്നത്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതായത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയോ? നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റില്ല. എന്താ കാര്യം? നമുക്ക് ടൈം അറിയത്തില്ല. അതേപോലെ ടൈം അറിയാത്ത സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് എസ് ഉള്ള വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കണം. നമുക്ക് 3 ഇക്വേഷൻസ് ഉള്ളത്. ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as ഉണ്ട്. അല്ലെങ്കിൽ 3 ഇക്വേഷൻ ഞാൻ അവിടെ നിന്ന് എഴുതി തരാം. വി is equal to u plus at. വി is equal to u plus at ഉണ്ട്. ശരിയല്ലേ? അതേപോലെ എസ് is equal to, അത് നമുക്ക് വേണ്ട, അതൊന്നും പറ്റൂല. പിന്നെ നമുക്ക് ഇക്വേഷൻ ഉള്ളത്, നമുക്ക് ഇക്വേഷൻ വി സ്ക്വയർ is equal to യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലെ? അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ എടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2as കണ്ടതാ, ഇപ്പനെ എസിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. എങ്ങനെ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പൊ എസ് കാണാൻ വേണ്ടി എസിന്റെ കൂടെയുള്ള ആൾക്കാർ ഇവരെ ഈ യു സ്ക്വയർ പ്ലസ് 2a ഇങ്ങോട്ട് കൊണ്ടുപോകണം നമുക്ക്. അപ്പൊ എസ് ഒറ്റയ്ക്കാവുള്ളൂ. ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം ഞാൻ 2a ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. എടാ 2a എന്ന് പറഞ്ഞാല് എസിനോട് ഇൻറ്റു ചെയ്യാണ്, ഗുണിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങോട്ട് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഇപ്പൊ വി സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. വി സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. ശരിയല്ലേ? പിന്നെന്താണ് ഇവിടെ? ഈ യു സ്ക്വയർ എന്നാൽ ഇവരോട് പ്ലസ് ആയി കിടക്കുകയാണ്. അപ്പൊ യു സ്ക്വയർ ഇവിടെ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നാണ് കിട്ടുക അല്ലെ? ഈ സീക്വൽ ടു എസ് എന്ന് കിട്ടും. അപ്പൊ നേരെ വാല്യൂ കൊടുത്താൽ പോരെ നമുക്കിനി. ഇപ്പൊ വി സ്ക്വയർ കൊടുക്കണം. വി എത്രയാണ്? വി എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ നമുക്ക് 40 സ്ക്വയർ അല്ലെ? 40 സ്ക്വയർ മൈനസ് യു സ്ക്വയർ 0 സ്ക്വയർ ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 10 സമയം എന്ത് കിട്ടും? എസ് അല്ലെ? അപ്പൊ എസ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? 40ന്റെ സ്ക്വയർ എത്രയാണ്? 1600. അറിയാലോ, 4 × 4 16, 2 0 വരും. ഡിവൈഡ് ബൈ 2 × 10 20 ഇത് കിട്ടും. അപ്പോ ഈ സീറോയും കട്ടാവുന്നു. 160/2 എത്ര കിട്ടും? സിമ്പിൾ അല്ലേ? 80 കിട്ടും. 80 മീറ്റർ. അപ്പം ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്? 80 മീറ്റർ ആണ്. സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നല്ല വൃത്തിയായിട്ട് നാളേക്ക് പഠിക്കാം. അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ബൈ.